ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രണവ് മോഹൻലാൽ നായകനായി രാഹുൽ സദാശിവൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഒക്ടോബർ 31 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തി നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് DS ഇറെ. ചിത്രം രണ്ടാമത്തെ ഞായറാഴ്ച കൂടിയ ആദ്യ 10 ദിവസം പിന്നിട്ട് 11ാം ദിവസമായ തിങ്കളാഴ്ചയിലേക്കാണ് കടന്നിരിക്കുന്നത്. ശനിയാഴ്ച വരെയുള്ള 9 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ 28 കോടി 90 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തത്. 10ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ 2 കോടി 30 ലക്ഷം റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആദ്യ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 31 കോടി 20 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തി നിൽക്കുന്നത്. ശനിയാഴ്ച വരെയുള്ള 9 ദിവസത്തെ ഈ സിനിമയുടെ വിദേശ കളക്ഷൻ $3.31 മില്യൺ, അതായത് 29 കോടി 35 ലക്ഷം രൂപ. അങ്ങനെ ആദ്യ 9 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 66 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ 10ാം ദിവസം ഇന്നലെ ഞായറാഴ്ച വേൾഡ് വൈഡ് കളക്ഷനായി 5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ 10 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 71 കോടിക്ക് മുകളിലാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ലോഹിതദാസിന്റെ തിരക്കഥയിൽ മമ്മൂട്ടി നായകനായി ഭരതൻ സംവിധാനം ചെയ്ത് 1991 തിയേറ്ററിലെത്തി വമ്പൻ വിജയം നേടിയെടുത്ത അമരം എന്ന സിനിമ റീ റിലീസായി കഴിഞ്ഞ ദിവസം തിയേറ്ററിലെത്തിയിരുന്നു. മുരളി, KPS ലളിത, അശോകൻ, മാധു എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയ്ക്ക് 4K റീമാസ്റ്റർ പതിപ്പായി വീണ്ടും തിയേറ്ററിലെത്തിയപ്പോൾ വേണ്ടത്ര സ്വീകാര്യത കിട്ടുന്നില്ല എന്ന വിമർശനം ഉയർന്നു വന്നിരുന്നു. അത് ഒരു പരിധിവരെ ശരിവയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ആദ്യ ദിവസങ്ങളിൽ ഈ സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ട്രാക്ക് ചെയ്യപ്പെടുന്നില്ല എന്ന വിമർശനങ്ങൾ നമ്മൾ തന്നെ ഉന്നയിച്ചിരുന്നു. എന്തായാലും ഫ്രൈഡേ മാറ്റിനിയുടെ ഭാഗത്തു നിന്ന് ആദ്യ 2 ദിവസത്തെ ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് ഇന്നലെ രാത്രിയോടെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം 231 ഷോകളിലായി 3193 പേർ സിനിമ കണ്ടുകൊണ്ട് 4,92,000 രൂപ ആദ്യ ദിവസം കളക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാം ദിവസമായ ശനിയാഴ്ച 189 ഷോകളിലായി 3,872 ടിക്കറ്റാണ് വിറ്റഴിക്കപ്പെട്ടത്. അങ്ങനെ ശനിയാഴ്ച 5,65,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് 10,57,000 രൂപയാണ് ഈ സിനിമയുടെ കളക്ഷനായി പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ ആദ്യ 2 ദിവസത്തെ അപേക്ഷിച്ച് 3ാം ദിവസം ഇന്നലെ ഞായറാഴ്ച ഈ സിനിമയ്ക്ക് കേരളത്തിലെ വിവിധ തിയേറ്ററുകളിലായി അത്യാവശ്യം മികച്ച ബുക്കിംഗ് ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഞായറാഴ്ച ഉൾപ്പെടെയുള്ള 3 ദിവസത്തെ കളക്ഷൻ ഡാറ്റ ഫ്രൈഡേ മാറ്റിനി തന്നെ പ്രസിദ്ധീകരിക്കും എന്ന് നമുക്ക് കരുതാവുന്നതാണ്. നവംബർ 7 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് ഇന്നസെന്റ്. സതീഷ് തൻവി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അൽതാഫ് സലീം, ജോൺമാൻ ജോദർ, അനാർക്കലി മരയ്ക്കാർ, കിളി പോൾ, അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 51,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. 3ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ 32 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 83 ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ ദിവസം ഈ സിനിമയുടെ 1 കോടി 65 ലക്ഷം രൂപയുടെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇന്നലെയൊന്നും ഈ സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തു വന്നിട്ടില്ല. ഇന്ന് തിങ്കളാഴ്ച ഈ സിനിമയുടെ 3.5-4 കോടി റേഞ്ചിലുള്ള ഒഫീഷ്യൽ വേൾഡ് വൈഡ് കളക്ഷൻ പോസ്റ്റർ വരുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. നവംബർ 7 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത മറ്റൊരു മലയാള സിനിമയാണ് ഇത്തിരി നേരം. പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ റോഷൻ മാത്യു, സെറിൻ ഷഹാബ് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 12,50,000 രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. 3ാം ദിവസം ഇന്നലെ ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 8 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 20 ലക്ഷം റേഞ്ചിലാണ് ആദ്യ 3 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത്. സുബാൻ വർമ്മ സംവിധാനം ചെയ്ത് നവംബർ 7 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത ബോളിവുഡ് സിനിമയാണ് ഹക്ക്. പോസിറ്റീവ് അഭിപ്രായം നേടിയത് മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമയിൽ ഇമ്രാൻ ഹാഷ്മി, ഷീബ ചദ്ദ, യാമി ഗൗതം എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സിനിമ വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 6 കോടി 10 ലക്ഷം രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി 7 കോടി 50 ലക്ഷം രൂപയും നേടിയെടുത്തിരുന്നു. 3ാം ദിവസം ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 4 കോടി 50 ലക്ഷം റേഞ്ചിലാണ്. 6 കോടി വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് 13 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. നവംബർ 7 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത തെലുങ്ക് സിനിമയാണ് ജഡധാര. സുധീർ ബാബു, സോനാക്ഷി സിൻഹ, ശില്പ ശിരോദ്കർ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. വെങ്കിട് കല്യാൺ സംവിധാനം ചെയ്ത ഈ സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 2 കോടി 55 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 3ാം ദിവസം ഇന്നലെ ഞായറാഴ്ച ലോകമെമ്പാടുമായി 1.5 കോടിക്ക് മുകളിൽ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 4 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. നവംബർ 7 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത രണ്ടാമത്തെ തെലുങ്ക് സിനിമയാണ് ദി ഗേൾ ഫ്രണ്ട്. രാഹുൽ രവീന്ദ്രൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രശ്മിക മന്ദാന, ദീക്ഷിത് ഷെട്ടി, അനു ഇമ്മാനുവൽ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ആദ്യ 2 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 4 കോടി 55 ലക്ഷം രൂപയും വേൾഡ് വൈഡ് കളക്ഷൻ 5 കോടി 50 ലക്ഷം രൂപയുമാണ്. 3ാം ദിവസം ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ ലോകമെമ്പാടുമായി 4 കോടി 50 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് 10 കോടിക്ക് അടുത്താണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തി നൽകുന്നത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.